മോർണിംഗ്. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണെങ്കിലും ഞാൻ നിൽക്കുന്നത് വെടിക്കെട്ടിന്റെ നാട്ടിലാണ്. പേര് സുരേഷ് പന്നട, സ്വദേശം കോഴിക്കോട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് ഇന്ന് എന്താണ്, ഒരു ID ITC, മറ്റൊരു ID WTC ആയിട്ടുള്ള കോഴിക്കോടിന്റെ പുത്രൻ മിസ്റ്റർ MM ബെൽഡി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ സ്തുതി പറയാം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 8 വർഷം കഴിഞ്ഞു. 8 വർഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കച്ചവടത്തിലേക്ക് വന്നത്. കച്ചവടത്തിലേക്ക് വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ബെൽഡി സാർ പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടാണ് ബിസിനസ്സിൽ വന്നത്, ആണോ അല്ലയോ? പക്ഷേ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് ഞാൻ ബിസിനസ്സിലേക്കേ വന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന ജോബ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയായിരുന്നു. നല്ല ഉൽപ്പന്നങ്ങൾ വീണ്ടും 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 വാങ്ങി ഉപയോഗിച്ചു. അദ്ദേഹം എന്നെ ബിസിനസ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചിരുന്നു. ആദ്യത്തെ ഒരു മാസം അദ്ദേഹത്തിന് കിട്ടിയത് 450 രൂപ. 450 രൂപ എന്റെ എന്താണ് മൊബൈലിലേക്ക് ഇട്ട് തന്നു, വാട്സപ്പിലേക്ക് ഇട്ട് തന്നു. ഒരു മാസം വർക്ക് ചെയ്തിട്ട് 450 രൂപ. ആ സമയത്ത് ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 70,000-80,000 സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഏതോ ഒരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് എന്നോടോ ബാലാന്ന്. അത് തിരിച്ച് ഞാനൊരു ഇമോജി മാത്രമാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ പിന്നീട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷം 2 വർഷം അദ്ദേഹം ബിസിനസ് ചെയ്ത സമയത്ത് ഒരു ദിവസം വീണ്ടും മുമ്പത്തെ പോലെ 2 വർഷം മുമ്പേ ചെയ്ത അതേ മെസ്സേജ് എനിക്ക് വീണ്ടും വന്നു. അദ്ദേഹത്തിന്റെ വീക്കിലി ഇൻകം എന്ന് പറയുന്നത് 80,000 രൂപയായി മാറിയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇത് ചെറിയൊരു കച്ചവടമല്ല, ഇതെന്റെ മൈൻഡ് സെറ്റിന്റെ കുഴപ്പമാണ്. അങ്ങനെ ബിസിനസ് ഏറ്റെടുത്തു, ചെയ്തു. ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ശരിയായ വിവരം തിരിച്ചത്. കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, എന്റെ തലക്കര, എന്റെ അഹങ്കാരം, ഇതെല്ലാം കൂടിയുള്ള ഒരു മൊത്തത്തിൽ ടോട്ടലി ഒരു വല്ലാത്തൊരു മോശപ്പെട്ട ഒരു സാധനമായിരുന്നു. ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞത്. കാരണം ഞാൻ ഈ സോപ്പും പേസ്റ്റും എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ഇത് വാങ്ങും. കാരണം ഞാനൊരു ഹൈ പ്രൊഫൈൽ വ്യക്തിയാണെന്നുള്ളതാണ് എന്റെ ധാരണ. നാട്ടുകാർക്കില്ല കേട്ടോ. അപ്പൊ ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നാട്ടുകാർ എന്നോട് ചോദിച്ചത് എന്താന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലാണ് എന്നെ അവർ സ്വാഗതം ചെയ്തത്. അവരെന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: അല്ല പൊട്ട, മാന്യമായിട്ടൊരു ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതെടുത്ത് നടക്കുന്നതെന്ന്. വീണ്ടും നിർത്തിപ്പോയി. കാരണം ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മളെ സംബന്ധിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ ഈ കച്ചവടം പഠിച്ചു. കാരണം 2 വർഷം പിന്നിട്ട സമയത്ത് എന്താന്ന് പറഞ്ഞാൽ പഠിച്ച കച്ചവടം ഇത്രയുള്ളൂ. ഈ ബിസിനസ് ചെയ്യുന്ന വകയിൽ എന്റെ വീട്ടിലോ എന്റെ വഴിയരികിലോ അല്ലെങ്കിൽ എന്റെ മക്കൾ കല്യാണത്തിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബാങ്കിലോ ഒരാൾ പോലും എന്നെ നോക്കി വരാൻ പാടില്ല, എന്നെ തെറി പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ല. അതായത് മുതൽ മുടക്കുന്ന കാശിന് തത്തുല്യമായിട്ട് പ്രൊഡക്റ്റ് കയ്യിലേക്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവ് വന്ന് പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ബിസിനസ് ഏറ്റെടുത്ത് ശക്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് 2,10,000 വാങ്ങിച്ചെടുക്കാനും ഒരു കാർ അച്ചീവ്മെന്റ്. അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ടാവും, ഇതാണോ നിങ്ങളുടെ നേട്ടം? എന്റെ നേട്ടം ഞാൻ സീലിംഗ് അച്ചീവറായി എന്നുള്ളതോ NTC എന്നുള്ളതോ അല്ല. എന്റെ ജീവിതത്തിലെ 2 വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് എന്റെ നാളുകളിൽ ഞാനാക്കി മാറ്റാൻ പോകുന്ന, എന്നെ കോടിപതിയാക്കാൻ പോകുന്ന 2 മാറ്റങ്ങൾ. അതിലൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ സാധാരണഗതിയില് നമ്മൾ വളർന്ന ചുറ്റുപാട്, വീട്ടിൽ നിന്ന്, കോളേജിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും നന്നായി പഠിക്കുക, നന്നായി ജോലി, നന്നായി പഠിക്കുക, നന്നായി ജോലി, ഈ ഒരു തരത്തിലുള്ള ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് വെച്ചാണ് നമ്മൾ നടക്കുന്നത്. ആ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക്, അതായത് ജോബ് മൈൻഡ് സെറ്റിൽ നിന്ന് ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് ഇത്രയും വർഷം കൊണ്ട് മാറാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ നേട്ടം എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത്രയും വർഷം എടുത്തോന്ന്. നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് കേൾക്കാമോ? ഇതുവരെ ലക്ഷങ്ങളുടെ കണക്കാണ് കേട്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് കോടികളുടെ കണക്കാ. ആ കോടികളുടെ കണക്കിൽ ഞാനൊരു സത്യം പറയാം, എന്നോട് വെറുപ്പ് തോന്നണ്ട.
ഈ കോടികളുടെ കണക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത 90% ആളുകളും ഇവിടെ ഇരിക്കുന്നു. വെറും 10% മാത്രമേ എന്തുള്ളൂ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ പ്രശ്നം അത് തന്നെയാണ്. ഞാൻ വർഷങ്ങളെടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും സാമ്പത്തികമായിട്ട് എന്ത് നേടി? ഇതുവരെ എന്റെ നേട്ടത്തെ പറ്റി എടുത്തു പറയാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് NDC ആണ്, സീലിംഗ് അച്ചീവറാണെങ്കിൽ നാളുകളിലേക്കുള്ള സമ്പത്തിന്റെ നീരുറവ കണ്ടു തുടങ്ങി